മലയാള സാഹിത്യ ലോകത്ത് ശുഭ്രനക്ഷത്രമായി തിളങ്ങി നിന്ന കാലത്താണ് കുമാരനാശാനെ നാടിന് നഷ്ടമാകുന്നത്. 51 വയസ്സിനിടയിൽ കവി കൈവയ്ക്കാത്ത മേഖലകൾ ഒന്നും തന്നെയില്ലായിരുന്നു. വ്യവസായ സംരംഭകൻ എന്ന നിലയിൽ ആലുവയ്ക്കടുത്ത് ചെങ്ങമനാട് ആശാൻ തുടങ്ങിയ യൂണിയൻ ടൈൽ വർക്ക്സും ഒരു വിജയഗാഥയായിരുന്നു. ജനുവരിയുടെ നഷ്ടമായിരുന്നു കുമാരനാശാന്റെ മരണം സംഭവിച്ച ആ ബോട്ട് അപകടം. കാവ്യചക്രവാളത്തിൽ ഒരു സൂര്യനെ പോലെ ശോഭിച്ചു നിൽക്കുന്ന കാലത്തായിരുന്നു കുമാരനാശാൻ വിട പറഞ്ഞത്. കവി എന്ന രീതിയിൽ മനുഷ്യന്റെ ജീവിതത്തെ ഇത്രയധികം സ്പർശിച്ച ഒരാൾ അക്കാലത്തുണ്ടായിരുന്നില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളായിരുന്നു ആശാന്റെ മുന്നോട്ടുള്ള ചുവടുകൾക്ക് പ്രചോദനമായത്. ഗുരുദർശനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആലുവയിൽ പെരിയാറിന്റെ തീരത്ത് ഓട്ട് കമ്പനിക്ക് തുടക്കം കുറിക്കുന്നത്. 1921 യൂണിയൻ ടൈൽ ഫാക്ടറിക്ക് തുടക്കം കുറിച്ചത്. കൈവച്ച മേഖലകളിലെല്ലാം വിജയക്കൊടി നാട്ടിയെന്നത് കുമാരനാശാന്റെ പ്രത്യേകതയായിരുന്നു. ഒരേ സമയം തന്നെ വലിയൊരു സമുദായ നേതാവ് എന്ന നിലയിലും, ഒരു മഹാകവി എന്ന നിലയിലും, ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിലും, ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിലും, അതുപോലെ ഒരു വ്യവസായി എന്ന നിലയിലും ആശാൻ ഒരേ സമയം തന്റെ അപാരമായിട്ടുള്ള ഒരു ധിഷണാശക്തി പ്രയോഗിച്ചുകൊണ്ട് ഈ മേഖലയിലെല്ലാം തന്നെ വിജയം വരിക്കാൻ കുമാരനാശാന് കഴിഞ്ഞു എന്നുള്ളത് വളരെ അത്ഭുതകരമായ ആ വ്യക്തിത്വത്തിന്റെ വിഭിന്നമായ ആ ശേഷിയായിട്ട് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഓലയും പുല്ലും മേഞ്ഞ കേരളത്തിലെ ഭൂരിഭാഗം വീടുകളും ഓടുമേയാൻ തുടങ്ങിയ കാലത്തായിരുന്നു കുമാരനാശാന്റെ ഓട്ടു ഫാക്ടറി പ്രവർത്തനം തുടങ്ങിയത്. ആശാന്റെ ഫാക്ടറിയിൽ നിന്ന് കളിമണ്ണിൽ ചുട്ട മേച്ചിലോടുകൾ അങ്ങനെ കേരളത്തിലെ നിരവധി വീടുകളുടെ മേൽക്കൂരകളായും വിവർത്തനം ചെയ്യപ്പെട്ടു. ജാതീയതയ്ക്കും ഐത്തത്തിനുമെതിരെ പേനയെടുത്തതുപോലെ ഓലയുടെയും പുല്ലിന്റെയും ജീർണതയ്ക്കെതിരെയും അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയാം. വ്യവസായത്തിലും ആശാൻ അങ്ങനെ ഒരു വിപ്ലവകാരിയായി തീർന്നു. ചെങ്ങമനാട്ടിലെ ഈ ഓട്ട് കമ്പനി വിജയകരമായ മുന്നോട്ടുപോക്ക് ആരംഭിച്ചതിനിടയിലായിരുന്നു പല്ലനയാറിൽ ആശാന്റെ ജീവൻ നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളായിരുന്നു പിന്നീട് ഫാക്ടറി മുന്നോട്ട് കൊണ്ടുപോയത്. 2003 ഫാക്ടറി അടച്ചുപൂട്ടി, പിന്നീട് പൊളിച്ചു മാറ്റപ്പെട്ടു. ഫാക്ടറി സ്ഥാപിക്കാനായി ആദ്യം ആശാൻ വാങ്ങിയ ഭൂമിയിലാണ് പിന്നീട് അദ്വൈതാശ്രമം രൂപം കൊണ്ടത്. അങ്ങനെ ആലുവയുടെ വ്യവസായ ഭൂമിയിൽ കുമാരനാശാന്റെ പേര് എന്നും നിലനിൽക്കുന്ന വിധത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞ് ഓരോ വർഷം കഴിയുന്തോറും ഓർമ്മകൾക്ക് ശോഷണം സംഭവിക്കുന്ന കാലത്താണ് 100 വർഷങ്ങൾക്കിപ്പുറവും ആശാന്റെ ഓർമ്മകൾ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ സൂര്യനെ പോലെ പ്രശോഭിച്ചു നിൽക്കുന്നത്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി.